കുമളിയിൽ മാതാപിതാക്കളുടെ ക്രൂരമർദ്ദനത്തിനിരയായി മരണത്തിൽ നിന്നും തലനാരി രക്ഷപ്പെട്ട ഷെഫീഖിനെ മൂന്നാംഘട്ട ചികിത്സയ്ക്കായി വെല്ലൂരിലെ CMC ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മികച്ച ആരോഗ്യനില വീണ്ടെടുത്ത ഷെഫീഖിന് പരസഹായമില്ലാതെ ഇരിക്കാനും ഒരാളുടെ സഹായത്താൽ നടക്കാനും ഇപ്പോൾ സാധിക്കും. തുടർ ചികിത്സയിൽ കൂടുതൽ പുരോഗതിയുണ്ടാവുമെന്നാണ് ഡോക്ടർമാരുടെ വിശ്വാസം. ഷെഫീഖിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് മൂന്നാം ഘട്ട ചികിത്സയ്ക്കായി വെല്ലൂരിലേക്ക് മാറ്റിയത്. വെല്ലൂരിലെ ചികിത്സയിലൂടെ ഷെഫീഖ് പൂർണ്ണ ആരോഗ്യവാനാകുമെന്നാണ് ഡോക്ടർമാരുടെ നിരീക്ഷണം. പരസഹായം കൂടാതെ 10 മിനിറ്റോളം നിവർന്നിരിക്കാനും സഹായത്തോടുകൂടി 10 അടി നടക്കാനും ഇപ്പോൾ ഷെഫീഖിന് സാധിക്കും. കേൾവിശക്തിയും കാഴ്ചശക്തിയും വർദ്ധിച്ചു. ബുദ്ധിശക്തിയുടെ കാര്യത്തിലും പുരോഗതിയുണ്ടായതായി ഷെഫീഖിനെ ചികിത്സിക്കുന്ന ഡോക്ടർ KP ഷിയാസ് പറയുന്നു. ബുദ്ധിശക്തിയും കുറച്ച് ഇമ്പ്രൂവ്മെന്റ് കാണുന്നു. പിന്നെ ഏകദേശം സപ്പോർട്ടോടുകൂടി ഒരു 3-4 സ്റ്റെപ്പ് വെക്കാവുന്ന പരുവത്തിലായിട്ടുണ്ട്. 8 മാസമായി തൊടുപുഴയിലെ അൽ അസ്ഹർ മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലായിരുന്നു ഷെഫീഖ്. കളിക്കൂട്ടുകാരും കളിപ്പാട്ടങ്ങളുമായി അമ്മത്താരാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെഫീഖ് ഏറെ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. ഷെഫീഖിന് അൽ അസ്ഹർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും നഴ്സുമാരും മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളും ചേർന്ന് സ്നേഹനിർഭരമായ യാത്രയയപ്പാണ് നൽകിയത്. 1.5 മാസത്തെ വിദഗ്ധ ചികിത്സയാണ് വെല്ലൂരിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കുട്ടിക്കൊപ്പം പോറ്റമ്മയായ രാഗിണിയും വെല്ലൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. പ്രത്യേക സജ്ജീകരണങ്ങളുള്ള ആംബുലൻസിൽ മെഡിക്കൽ സംഘത്തോടൊപ്പമാണ് ഷെഫീഖ് വെല്ലൂരിലേക്ക് യാത്രയായത്. റിപ്പോർട്ടർ, ഇടുക്കി.